യെസ്, ഞാൻ ചൈനയിൽ പോയപ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ആധാർ കാർഡ്, ഒരു റേഷൻ കാർഡ്, ഒരു ഗ്യാസ് എടുക്കണമെന്ന് പറഞ്ഞു നമുക്ക് മൊബൈൽ നമ്പറും വേണം, OTP നമ്പർ വേണം. പിന്നെ വില്ലേജ് കരടയ്ക്കുന്നതിനും പിന്നെ നമ്മൾ പോയിട്ട് ബാങ്കിൽ ഡീറ്റെയിൽ ചെയ്യുന്നതിനും എല്ലാം വേണം. പക്ഷേ പാസ്പോർട്ടിനൊരു നമ്പറില്ല. എന്ത് കഷ്ടമെന്ന് നോക്കി. നമ്മൾ ഈ പാസ്പോർട്ട് എവിടെ വെച്ച് മറന്നുപോയി. അല്ല, നമ്മുടെ കൊച്ചു കുട്ടികൾ പല രാജ്യങ്ങളിൽ ജോലിക്ക് പോകണം, അവർ യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്ക് പോണവരുണ്ട്, ആദ്യമായിട്ട് പോണവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തോരം സംഘർഷമായിരിക്കും അപ്പോൾ യാത്രയിൽ കൂടെ പോകണേ. അപ്പോൾ അവരുടെ അവിടെ പാസ്പോർട്ട് മിസ്സാവോ, എന്തെങ്കിലും അപകടം വരുമോ, എന്തെങ്കിലും ഒരു അസുഖം വരുമോ, അവർ കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ ഇതിലില്ല. ഇനി മിസ്സായാലും തന്നെ ഒരാൾ കണ്ടല്ലോ. എല്ലാ എയർപോർട്ടിലും വൈഫൈ ഫ്രീ ആണ്. അപ്പോൾ ഇതും ഒരു നമ്പർ വെക്കാത്തത് ഭയങ്കര എല്ലാത്തിനും ഒരു കൊത്തു കോമ വരെ നോക്കാതെ പാസ്പോർട്ട് തരില്ല. പക്ഷേ ഇതിൽ നമ്പർ വെക്കില്ല. ആ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, നമുക്കൊരു നമ്പർ ഇതിൽ ഉൾപ്പെടുത്താൻ ഗവൺമെൻറ് തലത്തിൽ ഇത് മാക്സിമം ഷെയർ കൊടുക്കുകയാണെങ്കിൽ വരാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. കാര്യം ഒരു വേറെ ചെറിയ സംഭവം തന്നെയാണ്. പക്ഷെ ഇത് പോയാണ്ടല്ലോ നമ്മളവിടെ ഉണ്ടാവുന്ന ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച്, ഇതുമാതിരി നല്ലൊരു അടിപൊളി സ്റ്റിക്കർ ഒട്ടിച്ച് ഇതുമാതിരി ചെയ്യാനുണ്ടല്ലോ, നമുക്ക് ഈ പ്രശ്നത്തിന് വളരെ പരിഹാരമുണ്ട്. കാരണം ഇതൊട്ടിക്കാൻ എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും അസുഖം പറ്റി എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ഫോൺ കോളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മാറി, ചെറിയൊരു സംഭവമാണ്, നിങ്ങൾ മാക്സിമം ഷെയർ കൊടുക്കുക, ഗവൺമെൻറ് തലത്തിലേക്ക് വരുത്തുക. അതുമാതിരി ഇത് ഇനിയുള്ള യാത്ര ചെയ്യുന്നവർ എല്ലാവരും പാസ്പോർട്ട് ഈ നമ്പർ ഒട്ടിക്കുക. കാരണം ഇതിൽ പാസ്പോർട്ടിൽ നമ്പറില്ല, നമുക്ക് അഡ്രസ്സിൽ മാത്രം കെട്ടി കൊറിയർ അയച്ചിട്ടൊന്നും നടക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ശ്രദ്ധയിൽ വരുത്തുക.